ആലുവ ആശുപത്രിയിൽ നിന്ന് പ്രസവിക്കാനായിട്ട് കെട്ടിയാൽ വേണം. ഒരു 10,000 രൂപ കൊണ്ട് എല്ലാവരുടെയും അടുത്തുള്ള നാന്നൂറ് കെട്ടിയാനായിട്ട് അഭിനയിക്കാം. അതുപോലെ ആലുവ, അങ്കമാലി അങ്ങനെ 1-2 സ്ഥലപ്പേരുകൾ ഞങ്ങൾ ടീമായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു നടന്നു. ഈ ബെഞ്ചിൽ അവരെപ്പോഴും വന്നിരിക്കും, അതുപോലെ ഇവിടെ വന്ന് നിൽക്കും. ഒരുപാട് സമയം ഇവരുടെ സമയത്ത് പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആയ കണ്ടേക്കണേ. എപ്പോൾ എവിടെ കണ്ടാലും അപ്പോൾ ഇവർ പ്രഗ്നന്റ് ആണ്. ആര് കണ്ടാലും ഇപ്പൊ കണ്ടാലും. എന്നെ ആക്രമിക്കാൻ തുടങ്ങിയ ആ സൈഡിലെ CC ക്യാമറ വർക്കിംഗ് ആയി. സുമേഷ് എന്താണ് പറയണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇവർ മിന്നൽ വേഗത്തിൽ നേരെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ. അനിത എന്ന പേർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭീകരതയൊന്നും തോന്നുകയില്ല. അവസാനം ഞാൻ അവളുടെ മുൻപിലെത്തി വേഷപ്രച്ഛന്നനായി. ആദ്യമായി അതീവ രഹസ്യമായി അനിതയുടെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഞങ്ങൾക്ക് ലഭിക്കുകയാണ്. ആ കുട്ടികൾക്കൊക്കെ എന്ത് സംഭവിച്ചു? ഞങ്ങൾ അന്വേഷണം വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. നിത്യഗർഭിണിയായിട്ട് വന്ന അനിത അവിടെ ഉണ്ടോ? ഈ പെരുമ്പാവൂർ നഗരസഭ എന്ന് പറയുമ്പോൾ നരകസഭ ഈ ബംഗാളികളൊക്കെ തുപ്പിത്തൂറി നശിപ്പിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തൂടെ ഹലോ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ മാത്രം മൊഴി കൊടുക്കുവാൻ ഈ സ്ത്രീ തയ്യാറാണ്. പെരുമ്പാവൂർ പോലീസിന്റെ ഒരു സംഘം വന്നാൽ മാത്രമേ കണ്ണത്തും ദൂരത്ത് ആ സ്ത്രീ ഉണ്ട്. എനിക്കറിയില്ല ദൈവമേ. മാത്രമല്ല ഞങ്ങൾ നേരിൽ കണ്ടപ്പോഴും അവൾക്ക് വലിയ വയറുണ്ട്. അവളിപ്പോൾ ഗർഭിണിയാണ്. ആ കുട്ടി അവൾ എവിടെയാണ് പ്രസവിക്കുന്നത്? സിവിൽ ഡ്രസ്സിലെ SP അയച്ച പോലീസ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പോൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ എന്താകുമെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. TV19 കേരളയോടൊപ്പം ചേരുവാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കൊടുത്തിരിക്കുന്ന വാർത്തകൾ വാട്സാപ്പ് ചെയ്യാമെന്ന് പറയുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കണമെന്ന് അറിയിക്കുകയാണ്. അവരെ കണ്ടെത്താൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അവരെ ഞാൻ കണ്ടെത്തി. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആ ഒരു ആഗ്രഹം ഞാനിപ്പോൾ അങ്ങോട്ട് സാധിച്ചെടുക്കാൻ വേണ്ടി പോയി. മോനെ കുളിയാ സിംഗ് എന്താ നമസ്കാരമുണ്ട്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമ്മളൊരു വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. വേഷം മാറി ഞാൻ തെരുവോരങ്ങളിൽ പോയി യാത്ര ചെയ്ത് അവിടെ വിജയൻ പത്തനാപുരം എന്ന് പറയുന്നൊരു വ്യക്തിയെ കണ്ടു. അയാൾ നടുക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് അന്ന് പ്രേക്ഷകരെല്ലാവരും കമന്റിലൂടെയൊക്കെ നമ്മളോട് ചോദിച്ചു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ കേരളത്തിൽ നടക്കുമെന്നുള്ളത്. ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു ഒരു സ്ത്രീ 3 ലക്ഷം രൂപ വില പറഞ്ഞ് പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ വിറ്റ ഒരു വാർത്ത. വിജയൻ പത്തനാപുരം പറഞ്ഞ് ശരിവെക്കുന്ന രീതിയിലുള്ള ഒട്ടനവധി വാർത്തകൾ ശേഷം പുറത്തു വന്നു. പിന്നീട് 1 വർഷത്തിലേറെയായി ആ സ്ത്രീയുടെ പിന്നാലെ യാത്രയായിരുന്നു. അനിതയുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാമ്പഴ കച്ചവടക്കാരനായി പല ദിവസവും ജോലി ചെയ്തു. എല്ലാ ആഴ്ചയിലും 2-3 ദിവസം ഇതിനുവേണ്ടി മാത്രമായി മാറ്റിവെച്ചു. പിന്നീട് പല സ്ഥലങ്ങളിൽ ലോട്ടറി കച്ചവടക്കാരനായി. അനിതയെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ നടുങ്ങിപ്പോയി. കാരണം ഞങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സമയത്ത് അനിത ഗർഭിണിയാണ്. വിജയൻ പത്തനാപുരം പറഞ്ഞ് 5 അല്ലെങ്കിൽ 6 അവൾ ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി 5 6 ഒന്നുമല്ല, ഏകദേശം 10-ലധികം പ്രാവശ്യം അവർ ഗർഭം ധരിച്ചു, കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്നുള്ള നടുക്കുന്ന വാർത്തയാണ് ഞങ്ങൾ അറിയുന്നത്. പോലീസിൽ അറിയിച്ചു. മുന്നോട്ടുള്ള അന്വേഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങളെല്ലാം ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ അനിത എന്ന് പറയുന്ന ആ സ്ത്രീയെ ഞങ്ങൾ കണ്ടെത്തി. ആരും സ്കിപ്പ് ആവാതെ മുഴുവനായി ഈ വാർത്ത കാണുക. ഇന്ന് ഞായറാഴ്ചയാണ്, അധികം തിരക്കൊന്നും ഇല്ലാത്ത പബ്ലിക് ഹോളിഡേ ആണ്. പക്ഷേ പെരുമ്പാവൂർ നഗരം കണ്ടോ, ബംഗാളികളാൽ ചുറ്റപ്പെട്ട, ബംഗാൾ ഉൾക്കടലാൽ ചുറ്റപ്പെട്ട എന്നൊക്കെ നമ്മൾ പറയാറില്ല. അനിതയെ എനിക്കറിയാം. അവൾ ഇവിടെ നിത്യഗർഭിണി എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്ത്രീ പറഞ്ഞു തുടങ്ങി. പിന്നീട് നടുക്കുന്ന വിവരങ്ങളാണ് അവരുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നത്. 8 കുട്ടികളാണ് ഗർഭം ധരിച്ചിട്ടുണ്ട്. കുട്ടികളുണ്ടോ? ഇപ്പം നിലവിലൊന്നും കയ്യിലില്ല. ഒരു കുട്ടി പോലും കയ്യിലില്ല. 7 കുട്ടികളെ പ്രസവിച്ചതായി എനിക്കറിയാം. അതിൽ ഒരു കുട്ടിയുമായി അവൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ ഇത് 7ാമത്തെ. ഓരോരുത്തർ ഓരോ കണക്കാണ് പറയുന്നത്. ഞാനാ പറഞ്ഞെന്ന് ആരും പറയരുത്. ഇല്ല, ഞാനാണ് ഇതൊക്കെ പറയുന്നത് പുറത്ത് പറയരുതേ. അതുകൊണ്ടാണ് അവരുടെ മുഖം ഞങ്ങൾ മറച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലൊന്ന് വന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാർ അവിടെ കണ്ടപ്പോൾ പോലീസ് വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് അവൾ ചാടി ഇവിടെ വന്നു. പോലീസ് പുറകെ എത്തി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. നിന്റെ പേരെന്നാന്ന് ചോദിച്ചു. എന്റെ പേര് അനിത എന്നാണ് പറഞ്ഞത്. നീ എന്നെ അതിലെ ഇറങ്ങി നടക്കുന്നു എന്തോ അവള് പറഞ്ഞു ഇവിടെ ഇറങ്ങി. പിന്നെ അവളെ ഇവിടുന്ന് ഒഴിവാക്കി വിട്ടു. ഇതൊക്കെ ഈ വർഷം ഈ ഗർഭം സമ്മാനിക്കുന്ന ഇല്ല അവൾക്ക് തന്നെ അറിയില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, അനിത ഞാൻ നിന്നെ കണ്ടിട്ട് ഇത്ര ദിവസമായുള്ളൂ, ഞാനൊരു കാര്യം പറഞ്ഞു, നീ കേൾക്കുമെന്ന് ചോദിച്ചു. നീ എങ്ങനെ വേണേലും ജീവിച്ചോ, അത് നിന്റെ ഇഷ്ടത്തിന്, നിന്റെ ഇഷ്ടമാണത്. പക്ഷെ നീ പ്രസവം നടത്തിയിട്ട് നിനക്ക് ജീവിച്ചൂടെ എന്ന് ചോദിച്ചു. മനുഷ്യത്വമുള്ള ഈ സ്ത്രീ പലവട്ടം അനിതയോട് ചോദിച്ചു, മോളെ നിനക്ക് ഈ പ്രസവം ഒന്ന് നിർത്തിക്കൂടെ? ഈ കുഞ്ഞുങ്ങളെയൊക്കെ നീ എന്താണ് ചെയ്യുന്നത്? ഇത് നന്മയ്ക്കാണോ? പക്ഷേ അതിനൊന്നും വ്യക്തമായൊരു മറുപടി അവൾക്കില്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ കുഞ്ഞുങ്ങളെല്ലാം എവിടെ ചോദിച്ചിട്ടുണ്ടോ? ഒരെണ്ണത്തിനെ കൊണ്ടുപോയി ഞങ്ങൾക്കറിയാം.
കൊണ്ടുവന്നറിയാം. കൊച്ചിനെ ഇവിടെ കിടത്തിച്ച് അവൾ പുറത്തിറങ്ങി പോയൊരു ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട്. അവൾ പുറത്തേക്ക് പോയ സമയത്ത് എൻ്റെ മകനാണ് ആ കരഞ്ഞ കുട്ടിയെ ആശ്വസിപ്പിച്ചത്. അതിന്റെ ഫോട്ടോയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരാം. നടുക്കുന്ന വിവരമാണ് ഈ ചേച്ചി ഞങ്ങളോട് വെളിപ്പെടുത്തിയത്. എന്നിട്ട് പിന്നെ 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇവള് തന്നെ വന്നു ഇവിടെ. വീണ്ടും ഗർഭം ധരിച്ചിരുന്നല്ലോ ഇവര്. ഗർഭം ധരിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ പ്രസവിച്ചിട്ടില്ല. എത്ര നാൾ മുന്നേ ഈ ലാസ്റ്റ് കൊച്ചിനെ കണ്ടതിപ്പോ? 2 വർഷമായിട്ടുണ്ട്. പിന്നെ ഗർഭമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആലുവ ആശുപത്രിയിൽ നിന്ന് പ്രസവിക്കാനായിട്ട് കെട്ടിയാൽ വേണം. ഇവള് 10,000 രൂപ കൊണ്ട് എല്ലാവരുടെയും അടുത്തുള്ള നടന്നവർ കെട്ടിയാനായിട്ട് അഭിനയിക്കാൻ ഹോസ്പിറ്റലിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് അനിത പ്രസവിക്കുവാനായി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തി. അവർ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അഡ്മിറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. അവസാനം 10,000 രൂപയുമായി ഒരുപാട് ആണുങ്ങളുടെ അടുത്ത് അനിത ചെന്നു എന്നുള്ളതാണ് ഈ ചേച്ചി പറയുന്നത്. അതിനിടയ്ക്ക് ഈ ചേച്ചിയുടെ മകനെയും സമീപിച്ചു. നീ ഒന്ന് എന്റെ കൂടെ വരാമോ, 10,000 രൂപ തരാം, എന്റെ ഭർത്താവായി കുറച്ചു സമയം അഭിനയിക്കാമോ എന്ന്. പക്ഷെ അവൻ തയ്യാറായില്ല എന്ന് ചേച്ചി പറയുന്നു. നിന്നോട് ചോദിച്ചില്ല എന്നാണ് എന്നോട് ലോട്ടറി കുട്ടായി പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അവനെ ഞാൻ ഇവനെ വിളിച്ചു നീ അങ്ങ് ഏറ്റേക്കരുത്, പോലീസ് പ്രശ്നമൊക്കെ ഉണ്ടാവും, നിനക്ക് കാശ് വേണേ ഞാൻ പണിയെടുത്ത് തരാം, നിങ്ങളുടെ പള്ളിക്കെട്ടിലൊന്നും പോയി ചാടരുതെന്ന് പറഞ്ഞു. ഇവനെ എങ്കിലും ഹസ്ബൻഡായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹാജരാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നു. ഇവനങ്ങനെ പെട്ടുപോകുന്നുള്ള ഒരു പേടിയില് പലരുടെ അടുത്ത് അന്വേഷണം നടത്തി. അപ്പുറം സ്റ്റാൻഡിലാണ് ഇവിടെ. അവളെ അപ്പുറം സ്റ്റാൻഡിലുള്ള രാജകുമാരിയെ പോലെ നോക്കും. ഒരുപാട് പേർ അനിതയെ രാജകുമാരിയെ പോലെയാണ് നോക്കുന്നത്. അവൾക്ക് വേണ്ടി ഹാജരാകുവാനും അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഒരുപാട് പേരുണ്ട് എന്ന് ചേച്ചി തറപ്പിച്ചു പറഞ്ഞു. അവളും നല്ല മദ്യവും കഴിക്കും, ചുറ്റും കഴിക്കുന്ന ആളാണ്. മറ്റുള്ള കുഞ്ഞുങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. 2 വർഷം മുന്നേയുള്ള കൊച്ചിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. വിശ്വകാര് പരാതി കൊടുത്തിട്ട് വനിതാ പോലീസ് ഇവിടെ വന്ന് വേറെ വണ്ടിയെ വന്നിട്ട് ഇവിടെ കയറി അവളെ പറ്റി അപ്പൊ അവളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്, കൃത്യമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയ വിജയൻ പത്തനാപുരം അന്ന് പറഞ്ഞത് 5-ലധികം തവണ പ്രസവിച്ചതായി അയാൾക്കറിയാമെന്നായിരുന്നു. എന്നാൽ ഈ ചേച്ചി പറയുന്നു 7 തവണയിലധികം പ്രസവിച്ചതായി ഇവർക്കറിയാമെന്ന്. അനിതയെ അടുത്തറിയുന്ന മറ്റൊരു സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത് 10-ലധികം തവണ അവർ പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സ്ത്രീ പ്രസവിച്ച ഒരു കുട്ടിയുടെ പോലും ഫോട്ടോയോ വീഡിയോയോ ഇന്നുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ചേച്ചി ജോലി ചെയ്യുന്നിടത്ത് അനിത ആ കുട്ടിയെ കുറച്ച് നിമിഷങ്ങൾ കിടത്തിയിട്ട് പുറത്തേക്ക് പോയപ്പോൾ ആ കുട്ടി കരഞ്ഞു. പാവയെ തട്ടി ആശ്വസിപ്പിച്ച് അടുത്തിരുന്നത് ഈ ചേച്ചിയുടെ മകനായിരുന്നു. ആ നിമിഷം അത് കണ്ട് അവരുടെ മൊബൈലിൽ അവർ പകർത്തിയ ഒരേയൊരു ഫോട്ടോ അവരത് ഇന്നുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ആ സ്ത്രീ ആ ഫോട്ടോ തന്നു. ആ ഫോട്ടോയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിജയൻ പത്തനാപുരം പറഞ്ഞ ആ ഒരൊറ്റ പേര് അനിത. അതുപോലെ ആലുവ, അങ്കമാലി, അങ്ങനെ 1-2 സ്ഥലപ്പേരുകൾ. ഞങ്ങൾ ടീമായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കണം. ഈ അനിതയുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അനിതയുടെ പേരിലേക്ക് എത്തുന്ന ഈ അനിതയിലേക്ക് എത്തുന്ന പല ആളുകളെടുത്ത് ഞങ്ങൾ യാത്ര ചെയ്തു. അവസാനം ഒരാളെ ഞങ്ങൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ പെരുമ്പാവൂർ എത്തുന്നത്. പെരുമ്പാവൂർ എത്തിയ ഉടനെ അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനായിട്ടുള്ള സുമേഷിനെ കൂട്ടുപിടിച്ചു. ഞങ്ങളുടെ കണ്ടെത്തലുകളൊക്കെ ശരിവെക്കുന്ന വിധമാണ് പിന്നീടുണ്ടായ വെളിപ്പെടുത്തലുകൾ. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. ഞാൻ പെരുമ്പാവൂർ ടൗണിലൊരു തൊഴിലാളിയാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വർഷങ്ങളായിട്ട് നമ്മൾ നിരന്തരം രാവും പകലും ചെല്ലുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് നസീർ. അനിത എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരാളാണ്. നിങ്ങൾ കാണും മിക്കവാറും ഗർഭിണിയാണ് ഇവർ. നമ്മൾ ഗർഭിണിയാകുമ്പോൾ കാണും. ഞങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഞങ്ങൾ അവിടെ വരുമ്പോൾ ഞങ്ങൾ ഇരിക്കുന്നിടത്തിലോട്ട് വരും, വർത്തമാനം പറയും. അപ്പം ഞങ്ങൾ ചോദിക്കും, ഗർഭിണിയായിരിക്കുമ്പോൾ സ്റ്റാൻഡിൽ കാണും. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഈ ആളെ കാണാറില്ല. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴാണ്, വലിയ വയറുള്ളപ്പോഴാണ്. ഗർഭിണിയാവുമ്പോൾ തൊട്ട് സ്റ്റാൻഡിലുണ്ട് ഇയാള്. ഈ അവിടെ സ്റ്റാൻഡിൽ ഈ അനിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി അറിയാത്തവരും പരിചയമില്ലാത്തവരും ആരുമില്ല. അവിടെയുള്ള കച്ചവടക്കാര്, അവിടെയുള്ള പൊതുവായിട്ട് വരുന്ന എല്ലാവരും ഈ പെൺകുട്ടിയായിട്ട് നല്ല കമ്പനിയാണ്, വർത്താനം പറയും. അപ്പൊ ഞങ്ങളും പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ അനിത പ്രസവിക്കുന്ന കുട്ടി എന്താണ് ചെയ്യുന്നതിന്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഏകദേശം എത്ര നാളായിട്ട് ഇവരെ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല? നിങ്ങൾ ആദ്യം മുതൽ കാണുന്ന വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പരിചയപ്പെട്ട് ഏകദേശം ഒരു 5-8-9 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. 9 കൊല്ലമായിട്ട് നിങ്ങൾക്ക് അറിയാം? 9 അതിന് മുകളിലോട്ട്. നിങ്ങൾ കാണുമ്പോഴൊക്കെ ഇവര് ഗർഭിണിയായിട്ട് വരും. ഒരു വൈകിട്ട് ഒരു 7-8 മണി വരെയും അവിടെ തങ്ങിയിട്ട് 8 മണിയാകുമ്പോഴേക്കും പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. 12 വർഷത്തിനിടയിൽ ഈ സ്ത്രീയെ എപ്പോ കണ്ടോ അപ്പോഴെല്ലാം അവർ ഗർഭിണിയാണ്. ആ കുട്ടികൾക്കൊക്കെ എന്ത് സംഭവിച്ചു? ഞങ്ങൾ അന്വേഷണം വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. കണ്ടെത്താൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ ഇതാ ഒളിച്ചു വെച്ചതും മറച്ചു വെച്ചതുമെല്ലാം ഇതാ പുറത്തേക്ക് വന്നു തുടങ്ങി. TV19 കേരളയിലൂടെ വിജയൻ പത്തനാപുരം എന്ന ആൾ പറഞ്ഞു 50,000 രൂപയ്ക്ക് കുട്ടിയെ തരാം, നിങ്ങൾക്ക് ഭിക്ഷാടനം നടത്തി സുഖമായിട്ട് പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എനിക്കൊരു കുഞ്ഞിനെ തരുവാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് അയാൾ റെഡിയായി. അന്ന് ഞാൻ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നപ്പോൾ മലയാളികൾ ആരും തന്നെ വിശ്വസിച്ചില്ല. ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുമോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊന്നും ഒരിക്കലും നടപ്പില്ല എന്നൊക്കെ ചിലർ പറഞ്ഞു. ഞാനും വിചാരിച്ചു ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ? ഒരു ഭയപ്പാട് എന്നിൽ ഇങ്ങനെ അവശേഷിച്ചു. ഞാൻ TV19 കേരളയിലൂടെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളത് പ്രേക്ഷകർ ഒരുപാട് പേർ പിന്നീട് പറഞ്ഞു. ഇന്നിതാ യാത്ര ചെയ്ത് ആ സ്ത്രീയുടെ അടുത്തെത്തി. അവർ 10-ലധികം തവണ പ്രസവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ എവിടെ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇനി 10 ഇല്ല 5 ഉള്ളെന്നുണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങളൊക്കെ
എവിടെ? ഉത്തരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ആ സ്ത്രീക്കെതിരെ വ്യക്തമായ തെളിവുകളില്ല, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലേക്കൊക്കെയാണ് പോലീസ് എത്തുന്നത്. ഒട്ടനവധി ആളുകളുടെ മൊഴികളുണ്ട്. ആ സ്ത്രീ നിത്യഗർഭിണി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ സ്ത്രീ നിരന്തരമായി ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. കുട്ടികളൊക്കെ എവിടെ? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ആരും മറുപടി പറയും? ആ സ്ത്രീ ഇപ്പോഴും ഗർഭിണിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 5-6 മാസം കഴിയുമ്പോൾ അവർ ഗർഭം ധരിച്ച് ആ കുഞ്ഞിനെ അവർ പ്രസവിക്കും. ആ കുഞ്ഞിന് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? അവരെവിടെയാണ് പ്രസവിക്കുക? ആ കുട്ടിയെ അവരെന്ത് ചെയ്യും? ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. നമസ്കാരം. അനിത എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? അവര് ലീഗലി കല്യാണം കഴിച്ചതാണ്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 16 വർഷം മുന്നേ. 16 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കല്യാണം കഴിച്ചത് അല്ലേ? അനിതയെ 15 വർഷത്തിലധികമായി അടുത്തറിയുന്ന ഒരു സ്ത്രീയുടെ നടുക്കുന്ന വെളിപ്പെടുത്തൽ, അവരുടെ ശബ്ദമോ അവരുടെ മുഖമോ പ്രേക്ഷകർക്ക് മുമ്പിൽ അനാവരണം ചെയ്യുവാൻ ഇപ്പോൾ സാധിക്കില്ല. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ മാത്രം മൊഴി കൊടുക്കുവാൻ ഈ സ്ത്രീ തയ്യാറാണ്. അതൊരു 3-4 ദിവസത്തോളം ആ ലൈഫ് മുന്നോട്ട് നിന്നോളൂ. എനിക്കടെ വീട്ടിൽ നിന്ന് ആളോട് പോലും പറയാണ്ട് ഇറങ്ങിപ്പോയി എന്നാണ് അറിവ് കിട്ടിയത്. എത്ര വയസ്സുണ്ട് അവർക്ക്? 39-38 വയസ്സിന് അടുത്തുണ്ട്. ശേഷം പിന്നീട് എന്താണ് ഇതിനെക്കുറിച്ച് അറിവുള്ള കാര്യങ്ങൾ? പിന്നീട് അറിവ് പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവാന്നാണ് അറിവ് കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്കടെ വീട്ടിലാള് വന്ന് ഒരാളുമായിട്ട് താമസിച്ച ഒരു കുഞ്ഞിനെ ലീഗലി അവിടെ കുറെ നാൾ താമസിച്ചു. ലീഗൽ അല്ലാണ്ട് അവിടെ വന്ന് സ്വന്തം വീട്ടിൽ വന്ന് താമസിച്ചു. ആ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛൻ കൂടെ നിന്ന ആള് പറഞ്ഞു ആക്കങ്ങോട്ട് പുറത്തു പോകാൻ എന്തോ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു വീട്ടിൽ തന്നെ നിന്നോ, ഞാൻ ചെലവിന് കൊടുത്തോളാം എന്ന് പറഞ്ഞു പുള്ളിയുടെ വീട്ടിലേക്ക് സാധനങ്ങൾ പ്രൂഫൊക്കെ എടുക്കാൻ പോയ സമയം കൊണ്ട് പുള്ളിക്കാരി ഏതൊരു ഓഫനേജാന്ന് പറയണു, അത് വ്യക്തം അറിയില്ല. ഓഫനേജിൽ എവിടെയോ കുഞ്ഞിനെ കൊണ്ട് ഉപേക്ഷിച്ച് തിരിച്ചു ഇയാള് യാത്ര പറയാൻ വന്നപ്പോൾ കുഞ്ഞു കൂടെ ഇല്ലാതെ വന്നപ്പോൾ ഇയാള് ഈ കൊച്ചിനെ അന്വേഷിച്ച് പിന്നെ സ്ഥലത്താ എന്ന് അറിവ് കിട്ടിയപ്പോൾ ഇയാള് തിരിച്ച് ഇയാളുടെ വീട്ടുകാരോട് തെറ്റേറ്റ് പറഞ്ഞ് കുഞ്ഞിനെ സ്വീകരിച്ച ആ ആക്കടെ ചേട്ടന്റെ കുഞ്ഞായിട്ട് ഇപ്പൊ വളർത്തുന്നു എന്നാണ് അറിവ്. ആദ്യത്തെ കുഞ്ഞിനെ ഒരു 10-14 വയസ്സുണ്ടെന്നാണ് അറിവ്. കല്യാണം കഴിഞ്ഞ ആ ഏകദേശം അടുത്ത സമയത്തായിരുന്നു ഡെലിവറി. ശേഷം പിന്നീട് അടുത്ത പ്രഗ്നൻസി എങ്ങനെയായിരുന്നു? അപ്പോൾ പിന്നീട് ആള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് അറിവ് കിട്ടിയേക്കുന്നത്. ആ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നീട് പലരും പെരുമ്പാവൂർ വെച്ച് കണ്ടു, ആലുവ വെച്ച് കണ്ടു, കോതമംഗലത്ത് വെച്ച് കണ്ടു, ഒന്നും പറയുകയല്ലാണ്ട് അന്നേരമൊക്കെ പ്രഗ്നന്റ് ആണ്. പല സമയങ്ങളിലും കാണുമ്പോൾ പ്രഗ്നന്റ് ആണ്. നിങ്ങളുടെ അറിവിൽ എത്ര പ്രാവശ്യം ഒരു പ്രഗ്നന്റ് ആയതായിട്ട് അറിയാം? പലരും പറഞ്ഞ അറിവിൽ 12 പ്രാവശ്യത്തോളം പ്രഗ്നന്റ് ആയി എന്നാണ് അറിവ്. അതില് ഒരാളെ പുള്ളിക്കാരി മനഃപൂർവ്വം കൊന്നു എന്നും അറിവ് കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ കൊന്നു? അങ്ങനെ വേറെ ആള് പറഞ്ഞു. പ്രഗ്നന്റ് ആയി കുഞ്ഞുങ്ങളെ ഓരോരുത്തർക്ക് കൊടുക്കുവാന്നാണ് അറിവ് കിട്ടിയേക്കണേ. അത് ആരാ മേടിക്കണേന്നോ ആരാ കൊണ്ടുപോകണേന്നോ ആർക്കും അറിവില്ല. പലരും പറയുന്നു പ്രസവിച്ചു ആശുപത്രിയിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നു. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആള് ഇറങ്ങി വരുമ്പോൾ നോർമലായിട്ടാണ് എല്ലാവരും അറിവ് കിട്ടണേ. പിന്നെ കുറച്ച് നാളുമ്പോൾ വീണ്ടും പ്രഗ്നന്റ് ആണ്. ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വൈകാതെ പ്രഗ്നന്റ് ആയി എന്നുള്ള വാർത്തയും വരികയാണോ? മീൻസ് വീണ്ടും പ്രഗ്നന്റ് ആയി എന്നാരും പറയണോ? കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പ്രഗ്നന്റ് ആണ്. കണ്ടു ഒരു പ്രാവശ്യം ഒരു നേഴ്സ് അറിയണൊരു കണ്ടു, അവര് പ്രസവിച്ച് കിടക്കണമെന്നു പറഞ്ഞു കേട്ടു. നേഴ്സ് കണ്ടു ആള് വീണ്ടും പ്രഗ്നന്റ് ആണല്ലോ. ഏത് ഹോസ്പിറ്റലായിരുന്നു അവർ പ്രസവിച്ച് കിടന്നെന്നുള്ളത് അറിയാമോ? പെരുമ്പാവൂർ ഹോസ്പിറ്റലാണ് ആ നേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും പോലുള്ള ചാനലുകൾ, ഇല്ലെങ്കിൽ വാർത്തയിൽ പുതിയ ട്രെൻഡ് കൊണ്ടുവന്ന് നമ്മുടെ 24 ചാനലുണ്ട്. മലയാളികളുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ. ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഞങ്ങൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുകയാണ്. മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ വില പറഞ്ഞ് വിൽക്കുന്ന നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. ഇതൊന്നും വെറും ആക്ഷേപങ്ങളല്ല. 10 വർഷത്തോളമായിട്ട് ആ സ്ത്രീയെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ബൈറ്റുകൾ ഇതാ ഈ വാർത്തയിലുണ്ട്. പല വേഷത്തിൽ പല ഭാവത്തിൽ ആ സ്ത്രീ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളിൽ എല്ലായിടത്തും ഞങ്ങൾ നിരന്തരമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇതൊരു റാക്കറ്റാണ് എന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 8 മണി വരെ അവിടെ ഉണ്ടാവും. അവിടെ കപ്പലണ്ടി കട, ലോട്ടറി കട, അതുപോലെ അവിടെയുള്ള കച്ചവടക്കാരായിട്ട് വർത്തമാനം പറഞ്ഞ് അവിടെ പരിസര പ്രദേശങ്ങളിൽ എല്ലാവരും നല്ല ബന്ധമാണ്. ഞങ്ങൾ കുറച്ചേറെ ദിവസങ്ങളായിട്ട് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് ദിവസങ്ങളായിട്ട്, ഒരുപാട് മാസങ്ങളായിട്ട് അവരുടെ പിന്നാലെയാണ്. അപ്പോഴൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഇവരെല്ലാവരും തോളത്ത് പോയി കൈയിടുന്നു. ഇവരുടെ തോളത്തല്ല ചെറുപ്പക്കാരെ ഒരുപാട് പേര് കൈയിടുന്നു. അങ്ങനെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവിടെ. പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും മയക്കുമരുന്നും അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ ഇതിനൊക്കെ ഒരു ക്ഷാമമില്ലാത്ത ഒരു പ്രദേശമാണ്. ഗർഭിണി ആയതിനെ കുറിച്ച് അവർ ചോദിച്ചപ്പോൾ എന്താ പറയുക? ഞങ്ങൾ തമാശക്ക് പറയാറുണ്ട്, അനിത ഒരു കുട്ടീനെ ഞങ്ങൾക്കും താട്ടിയെന്ന് പറയുമ്പോൾ പിന്നെ ചിരിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി പോണേ അല്ലാതെ അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഇവരെ ഇവിടെ ഒരു പേരിട്ട് വിളിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നിത്യഗർഭിണി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. അതെല്ലാം ചിരിച്ചു തള്ളി എല്ലാവരുമായിട്ടും സംസാരിക്കും. ഇവരുടെ ഇവിടുത്തെ പേര് നിത്യഗർഭിണി എന്നുള്ളതാണ് ആളുകൾ വിളിക്കുന്നത്. കുട്ടീനെ എന്ത് ചെയ്യുന്നു, വിൽക്കാണോ അതോ കുട്ടീനെ എന്താ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചിരി മാത്രമാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളൂ. ഇതിനൊരു മറുപടി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇവിടെ ഒരിക്കലെങ്കിലും ഈ ഒരു കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നതോ അങ്ങനെ ഒരു കൈക്കുഞ്ഞു പിന്നെ ഒക്കെ തെറ്റി സാധാരണ എങ്ങനെയാണല്ലോ പ്രസവിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ അനിതയുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ കണ്ട ഈ 8-10 വർഷമായിട്ട് എപ്പോഴും അവരുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞുണ്ട്, പ്രഗ്നന്റ് ആണ്. ഒരിക്കൽ പോലും ഡെലിവറി കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല. 3 മാസം 4 മാസമായിട്ട് വന്നാൽ ഇവിടുന്ന് പൂർണ്ണ ഗർഭിണിയായതിനു ശേഷമാണ് ഇവിടുന്ന് വിട്ടു നിൽക്കണം. പിന്നെ
താമസിക്കുന്ന എവിടെയൊന്നും നിങ്ങൾക്ക് നമുക്കറിയില്ല. ഈ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വീണ്ടും പഴയ അവസ്ഥയിലോട്ട് വന്ന് വീണ്ടും ഗർഭിണിയായി തന്നെയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഒരു ഹസ്ബൻഡിനെ പോലെയോ അല്ലെങ്കിൽ നിരന്തരം ഇവരോട് ബന്ധം പുലർത്തുന്ന അങ്ങനെ ഒരു ചെറുപ്പക്കാരനെയോ ഈ 8-10 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഒരാളെ ഇല്ല. അങ്ങനെ സ്ഥിരമായിട്ട് ഒരാളായിട്ടൊരു ബന്ധം അനിത പുലർത്തുന്നതായിട്ട് നമ്മൾ അവിടെ കണ്ടു. അവിടെ വരുന്നതെല്ലാം ബസ്സിലാണ് വരുന്നത്, തിരിച്ചു പോകുന്നതും ബസ്സിലാണ് കണ്ടിട്ടുള്ളത്. 10 വർഷമായിട്ട് ഇവരെവിടെ താമസിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. രാജാ, നമ്മുടെ അനിത അവിടെ ഉണ്ടോ? നമ്മുടെ നിത്യഗർഭിണിയായിട്ട് വന്ന അനിത ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആണോ? അവിടെ വരാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയോ? വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്ക്. താമസിക്കുന്ന എവിടെയാണെന്നറിയാമോ രാജാ? ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ആണല്ലോ. വീട്ടിലോട്ട് പോകില്ല. ഓക്കെ. വേറെ വരുമാനമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. വേറെ തൊഴിലെടുക്കണേ കണ്ടുള്ളല്ലോ ഇതുവരെയായിട്ടും. ആപ്പാടി കാണുന്ന ഗർഭിണിയായിട്ടുള്ള ഒരു കാഴ്ച കാണാറുള്ളൂ. ഇന്നിപ്പോൾ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ഇല്ല എന്നുള്ള അവർ പറഞ്ഞാണ്. ഓക്കെ ഓക്കെ ഓക്കെ. 10 വർഷത്തിലധികമായിട്ട് അവർ ഈ സ്റ്റാൻഡിനെ ചുറ്റിപ്പറ്റിയാണുള്ളത്. പല വേഷത്തിൽ, പല ഭാവത്തിൽ, പല ദിവസങ്ങളിൽ, പല ആഴ്ചകളിൽ ഞാൻ അവരെവിടെയുണ്ട്, എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പരിസരത്ത് കറങ്ങിയിടും. ലോട്ടറി കച്ചവടക്കാരനായിട്ട് ലുങ്കിയൊക്കെ വിട്ട് മാസ്ക് ഒക്കെ വെച്ച് വേറൊരു രീതിയിൽ ഞാനിവിടെ നിന്നു. അതുപോലെ ഒരു ഹോട്ടലിൽ ഞാൻ സപ്ലയർ ആയിട്ട് നിന്നു. പക്ഷേ അതൊന്നും എനിക്ക് വിഷ്വൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ ബെഞ്ചിൽ അവരെപ്പോഴും വന്നിരിക്കും. അതുപോലെ ഇവിടെ വന്ന് നിൽക്കും. ഒരുപാട് സമയം ഇവരോട് ചെലവഴിക്കും. എല്ലാ രീതിയിലുമുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തി. അവരെക്കുറിച്ചുള്ള ഏകദേശം പിക്ചറുകളെല്ലാം നമുക്ക് കിട്ടി. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലം ഇതായിരുന്നു. ഇവിടെയും ഞാൻ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെലവഴിച്ചു. പക്ഷേ വിഷ്വലുകളൊന്നും ലഭിച്ചിരുന്നില്ല. ആ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ 50,000 രൂപയ്ക്ക് എനിക്ക് മേടിച്ചു തരാമെന്ന് വിജയൻ പത്തനാപുരം ഇടനിലക്കാരനായി പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഉണ്ടെന്നോ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നോ എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. എന്റെ സുഹൃത്തുക്കളായ 1-2 ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അത് കാണിക്കുക കൂടി ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് സത്യമാകാൻ സാധ്യതയുണ്ട് എന്ന്. പിന്നീട് അനിത എന്ന പേരും ആലുവ, അങ്കമാലി എന്ന 2-3 സ്ഥലപ്പേരുകളുമായി ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു. അത് ഏകദേശം 1 വർഷം നീണ്ടുനിന്നു. അനിത എന്ന പേർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭീകരതയൊന്നും തോന്നുകയില്ല. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ ഒരു ഭയപ്പാടായിരുന്നു. അവസാനം ഞാൻ അവളുടെ മുൻപിലെത്തി വേഷപ്രച്ഛന്നനായി. നമ്മൾ കാര്യം പറഞ്ഞല്ല വിളിക്കും, അവര് പറഞ്ഞാൽ വിളിക്കും. മലയാളികൾ നടുക്കത്തോടെ അന്ന് കേട്ട വാർത്തയിലെ നായികയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അയാൾ അന്ന് പറഞ്ഞ വാചകങ്ങൾ ഇതാ, ഒന്നും കൂടെ കേട്ടുള്ളൂ. 50,000 രൂപ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ റെഡിയാക്കി വെച്ചിരിക്കുക. കൊച്ചിനെ നമ്മൾ നോക്കിക്കോളാൻ പൊന്നു പോലെ. നമുക്ക് പിച്ചറുണ്ട്, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ? അല്ല, എനിക്കൊരു ചെറിയ കൊച്ച്, 1 വയസ്സ്. ഇങ്ങനെ ആള് കേസാ. സുന്ദരി പെണ്ണ, കറുപ്പാതെ നല്ല സുന്ദരിയ. ജീൻസും ഒക്കെ ഇട്ട്, ടൈറ്റ് ജീൻസും ടൈറ്റ് ബനിയനും ഒക്കെ ഇട്ടാ വരുന്നത്. അവിടെ പണി എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം അത് പ്രസവിച്ചു. 4 പ്രാവശ്യവും അങ്കമാലി പിന്നെ ആലുവ ഹോസ്പിറ്റലിൽ വെച്ച് ആ 4 പിള്ളേരെയും കൊടുത്തു. അയ്യോ, പ്രസവിക്കുക ഉടനെ കൊടുക്കുക. ചേട്ടാ, നമുക്ക് എന്തെങ്കിലും മാർഗം. ഞാൻ 50,000 രൂപ. സർവ്വസന്നാഹങ്ങളുമായി ഞങ്ങൾ അവളുടെ അടുത്തെത്തി. ഇനി ഈ തെളിവുകളൊന്നും പോലീസിന് പോരെ. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീയോടൊപ്പം ഒരു മാസം ഒരാൾ, അടുത്ത മാസം വേറൊരാൾ എന്ന നിലയിലാണ് ചെറുപ്പക്കാർ മാറി മാറി വരുന്നത്. അതിൽ 2-3 പേരുടെ വീഡിയോയും ഫോട്ടോയും ഞങ്ങൾ പകർത്തിയെടുത്ത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരെ വിളിച്ച് അകത്ത് കയറ്റി നല്ല 4 ഇടി കൊടുത്താൽ മുൻപ് ഇവർ പ്രസവിച്ച കുഞ്ഞുങ്ങളെ ആർക്ക് കൊടുത്തു എന്നുള്ളതും ഇവരോടൊപ്പം ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളതും പുറത്തു വരികയില്ലേ? ഒരു തെറ്റും ചെയ്യാത്തവനെ പ്രതിയാക്കാൻ പോലീസിന് വെറും 5 മിനിറ്റ് മതിയല്ലോ. 1 10 ഇത്രയും കുഞ്ഞുങ്ങളുടെ ജീവന് ആര് സമാധാനം പറയും? മറ്റെന്തൊക്കെയാണ് അറിയുന്ന കാര്യങ്ങൾ? എന്റെ അറിവിൽ വേറെ ആരുമായിട്ട് അവൾ കണക്ഷൻ ഇല്ല. അവളുടെ സ്വന്തം വീട്ടിലെ ആളുകളുമായിട്ട് അവർ കണക്ഷൻ ഇല്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, റിലേഷനിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവൾ ഓടി മറഞ്ഞു മാറും. ആരുമായിട്ട് സംസാരിക്കാനോ, ആ നാട്ടിലുള്ള ആൾക്കാർ പലതും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒന്നും അംഗീകരിക്കണില്ല. വടാട്ടുപാറയുള്ളൊരു പയ്യനായിട്ട് പുള്ളിക്കാരി കല്യാണം കഴിച്ചാണ് അവിടെ വടാട്ടുപാറ ചെന്നേ. ആ 3-4 ദിവസത്തോളം അവിടെ താമസിച്ച് ആ പയ്യനെ ഉപേക്ഷിച്ച് പിന്നെയാണ് നാടും വീടും ഇല്ലാണ്ട് പെരുമ്പാവൂർ ഏരിയയിലേക്ക് മാറി. പലവട്ടം പ്രസവിച്ചു. അങ്ങനെ 10-12 പ്രാവശ്യത്തോളം പ്രസവിച്ചു. ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി അങ്ങനെ മരിച്ചു എന്നും അങ്ങനെയൊക്കെയാണ് കേട്ട കേൾവി. കുറച്ച് നാളത്തോളം ആ കുഞ്ഞിനെ വളർത്തി അവിടെ വെച്ച് തന്നെ. പക്ഷെ നാട്ടുകാർ പറഞ്ഞു നല്ല കുഞ്ഞായിരുന്നു. പലരും പറഞ്ഞു നല്ല മോനാ, നല്ല രസമായി കാണാൻ, കറുത്താണെ നല്ല കുഞ്ഞാണ്, ആ കുഞ്ഞിനെ വളർത്തിക്കൂ, അങ്ങനെ ജീവിച്ചോളാൻ പറഞ്ഞ ആ ആള് പിന്നീട് ഈ ചേട്ടൻ തിരിച്ചു വന്ന് ഉള്ളാണ് ഈ കുഞ്ഞില്ല, മിസ്സായി എന്നറിഞ്ഞു. ആ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് ആ കുഞ്ഞിനെ റിക്കവർ ചെയ്ത് ആ ചേട്ടന്റെ ബ്രദറിന്റെ അടുത്ത് കൊണ്ടുപോയാക്കുക ചെയ്തെന്നാണ് അറിവ് കിട്ടിയായിരുന്നു. പല സമയത്തും പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആയ കണ്ടേക്കണേ. എവിടെ കണ്ടാലും ആര് കണ്ടാലും ഇപ്പൊ കണ്ടാലും റാക്കറ്റിൽ പെട്ടാണോ പ്രഗ്നന്റ് ആയി ഉടനെ തന്നെ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് വന്നൊരു കുഞ്ഞിനെ ആരും മേടിക്കില്ല. റാക്കറ്റ് പോലെ വന്ന് അതിന് മാത്രമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണോ സംശയം. അതായത് മുൻപേ പറഞ്ഞ് പ്ലാൻ ചെയ്ത് റെഡിയാക്കി നിർത്തിയിരിക്കുന്ന ആളുകൾ ഈ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വന്ന് കുഞ്ഞുങ്ങളെ കൈപ്പറ്റിക്കൊണ്ട് പോകുന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റാക്കറ്റാണോ എന്ന് സംശയിക്കുന്നു. ഇന്ന് ആ സ്ത്രീയെ കണ്ടെത്തുകയാണ്. 4 പേര് 4 വശങ്ങളിലായിട്ട് നിരീക്ഷിച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളെ വെട്ടിക്കുന്ന തരത്തിൽ എന്റെ പിന്നിൽ 2 പേര്, ഇയാളുടെ പിന്നിൽ ഒരാൾ, ക്യാമറ എടുത്തിട്ടില്ല, ക്യാമറമാനെ നിരീക്ഷിച്ചുകൊണ്ട് വേറൊരാൾ, അങ്ങനെ ഞങ്ങൾ 4 പേരാണെന്നുണ്ടെങ്കിൽ അവരെ ഏകദേശം 5-8 പേര് ഞങ്ങളെ ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലത്തെ കാര്യം പറഞ്ഞു, ഇതൊരു രഹസ്യ താവളമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിരീക്ഷിക്കാൻ വന്നാൽ നമ്മള് നിരീക്ഷണത്തിലായി. ഞാൻ നിങ്ങളോട് ഫോണിൽ സംസാരിച്ചോണ്ടാ മൂവി ചെയ്യണം. അതെ, ക്യാമറ മുകളിൽ നിന്ന് കാണുന്നുണ്ട്, എന്റെ പിന്നാലെ ആരോ കൂടുതൽ കാണുന്നുണ്ട്. അവരുടെ കൂടെ വേറൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരാളും ഉണ്ടായിരുന്നു. ആളുണ്ട്. ഇവര് വാനിറ്റി ബാഗ് ഒക്കെ എടുക്കുന്നു. സുമേഷ് എന്താണ് പറയണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇവർ മിന്നൽ വേഗത്തിൽ ബാക്കിൽ കൂടെ വന്ന് സുമേഷിന്റെ പിറകിൽ വന്നു. സുമേഷ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നേരെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ ഈ ചെറിയൊരു സുമേഷ് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആ സ്ത്രീ നിൽക്കുക. ബസ് സ്റ്റാൻഡിനുള്ളിൽ ക്രൗഡിനുള്ളിൽ നിന്ന് ഞാനിത് കാണുക. ഞാൻ സുമേഷെ തിരിഞ്ഞു നോക്കണ്ട, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ മുന്നോട്ട് നടന്നോളൂ എന്ന് പറഞ്ഞു. സുമേഷ് തിരിഞ്ഞു നോക്കാതെ തന്നെ മുന്നോട്ട് നടന്ന് റോഡ് വരെ എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഈ സ്ത്രീ പെരുമ്പാവൂർ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, ഒരു പരിധി വരെ എറണാകുളത്തുള്ളവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഇതര സംസ്ഥാനക്കാരുടെ ഏറ്റവും കൂടുതൽ തമ്പടിക്കുന്ന ഒരു വിഹാര കേന്ദ്രം എന്ന് തന്നെ പറയാം, ബംഗാൾ ഉൾക്കടൽ. അതിനിടയിൽ കൂടി ഈ സ്ത്രീ മിസ്സാവാതെ ഞങ്ങൾ ഓടിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങളെ ഒരാൾക്ക് 2 പേരെ വെച്ച് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റി. അതായത് നമ്മുടെ കൈവശം നിൽക്കേണ്ട കളി മാറ്റി അവരുടെ കൈവശം ആക്കുന്ന തരത്തിലേക്ക് മാറി പെട്ടെന്ന് തന്നെ. എന്റെ പിന്നാലെ വന്ന് നിൽക്കട അവിടെ എന്ന് പറഞ്ഞാൽ എന്റെ പിന്നാലെ വരുന്ന സുമേഷ് കാണുക, ക്യാമറ മുകളിൽ നിന്നും കാണുക. അവിടെയാണ് പര്യവസാനം. അത് നേരെ കാറിൽ കയറി മഴയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് ഒരു പച്ച സെൻ കാറിലേക്ക് ഇവർ കയറുന്നു. പിന്നെ അവർ മിന്നൽ പോലെ വിട്ടങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് നമ്പർ നോട്ട് ചെയ്യാൻ വേണ്ടി ഏത് വണ്ടിയിലെ കയറണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഇവരുടെ ഗ്രൂപ്പ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ ആ വണ്ടി കിടന്നത് ഏകദേശം ഇവിടെയാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഷോപ്പിന്റെ CC ക്യാമറയിൽ ആ വണ്ടിയുടെ വിഷ്വലുകൾ കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ എന്നെ ആക്രമിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഉടുപ്പിന് പിടിക്കാൻ വേണ്ടി തൊട്ട് ബാക്കിൽ വരെ എത്തി. അപ്പോൾ ഞാൻ മുന്നോട്ട് ഓടി. എന്നെ ആക്രമിക്കാൻ തുടങ്ങിയ ആ സൈഡിലെ CC ക്യാമറ വർക്കിംഗ് ആയിരുന്നില്ല. ആയതിനാൽ ദൃശ്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല. ആ സ്ത്രീയും സഹായികളും കാറിൽ കയറി പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു മൊബൈൽ കടയിലെ ക്യാമറയിൽ പതിഞ്ഞ വിഷ്വലുകൾ കാണാം. ഇതിപ്പോ ഒരു ഏകദേശം 1 വർഷത്തോളം ആയില്ലോ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിൽ പെടുമോ എന്നുള്ള പറയാതിരിക്കാൻ കഴിയില്ല. ഇതിന്റെ തുടർ പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവണം. അപ്പം നമ്മൾ കയ്യോടുകൂടി ആലുവ റൂറൽ SP നമുക്ക് പരാതി കൊടുക്കുകയാണ്. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലാക്കിക്കൊണ്ട് SP വിളിച്ച് മാഡത്തെ നേരിൽ കണ്ട് നമ്മളെ വിവരങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി ആലുവ റൂറൽ SP ഓഫീസിൽ എത്തിയിരിക്കുന്നു. അനിത എന്ന സ്ത്രീ സംഘബലമുള്ള സ്ത്രീയാണെന്നുള്ള കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാണ്. എന്തായാലും ആലുവ റൂറൽ SP ഹേമലത IPS മാഡം നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഞങ്ങളോട് ഇപ്പോൾ പോലീസിനെ അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെടുകയാണ്. സിവിൽ ഡ്രസ്സിൽ SP അയച്ച പോലീസ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പോൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്, എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് നോക്കാം. വരും. വനിതാ പോലീസ് ഇപ്പോൾ ആ ബാത്റൂമിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല, കാരണം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കറക്റ്റ് സ്കെച്ചായിരുന്നു. ആ സ്ത്രീയുടെ മുഖം എന്തുകൊണ്ടാണ് നിങ്ങൾ മറച്ചു വെച്ചത്, ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട ആവശ്യം എന്താണ്, ആ സ്ത്രീയുടെ മുഖം തുറന്ന് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി കോളുകളും മെസ്സേജുകളൊക്കെ ഇനി വരും. എനിക്കറിയാം, പക്ഷേ കൃത്യമായി അറിയിക്കേണ്ടവരെ എല്ലാവരും, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അവരുടെ ഫോട്ടോയും മറ്റുള്ള ഡീറ്റെയിൽസും കൈമാറിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ വാർത്ത പബ്ലിഷ് ചെയ്യുന്നത്. പോലീസിന് മാത്രമല്ല ബാലാവകാശ കമ്മീഷനെയും കൃത്യമായി വിവരം അറിയിച്ച് ഈ സ്ത്രീയുടെ ഫോട്ടോയും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം അവർക്ക് എല്ലാവർക്കും കൈമാറിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ വാർത്ത പബ്ലിഷ് ചെയ്യുന്നത്. ആ സ്ത്രീയുടെ മുഖം ഇപ്പോൾ ഞങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ വേണ്ടി നിർവാഹമില്ല. ഒരു 10-35 കിലോമീറ്റർ ഞാനിപ്പോൾ ഇതേ ഒരു 10-25ഓളം പ്രാവശ്യം ഈ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലും ഈ പെരുമ്പാവൂർ ഈ സിറ്റി പരിധിയിൽ ഞാൻ വന്നുപോയി. കയ്യെത്തും ദൂരത്ത് ആ സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താവും എന്നുള്ളതിന് ഒന്നും ഒരു തീരുമാനം പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇതെന്താവും, ഇതിന് പരിസമാപ്തി ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. ഇന്ന് അവസാനിക്കുന്ന നാളെ അവസാനിക്കും എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ ദിവസങ്ങളിങ്ങനെ ഇവിടെ വന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഞാൻ എൻ്റെ മണിക്കൂറുകൾ ഇങ്ങനെ ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് സമയം എന്ന് വെച്ചാൽ രാവിലെ വന്നിട്ട് SP ഓഫീസിൽ നിന്നും അവിടുന്ന് ഒരു ASI നമ്മുടെ കൂടെ ഒരു SP നേരിട്ട് അയച്ചു. ആ ഓഫീസർ വന്ന് ഇവിടെ വന്നിരിക്കുക. പെരുമ്പാവൂർ പോലീസിൻ്റെ ഒരു സംഘം വന്നാൽ മാത്രമേ കണ്ണെത്തും ദൂരത്ത് ആ സ്ത്രീ ഉണ്ട്, അനിത എന്ന് പറയുന്ന ആ ഫ്രോഡ് സ്ത്രീ ഉണ്ട്. എനിക്കറിയില്ല ദൈവമേ, ഞാൻ മടുത്ത്. ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. ഈ 8-10 കുഞ്ഞുങ്ങൾ പ്രസവിച്ച് ഇവർ ഈ ഭൂമിയിൽ ജനിച്ചു വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ മരണപ്പെട്ടോ, ഭിക്ഷാടകരുടെ വല്ലവരുടെയും കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഈ കുഞ്ഞിനെ അങ്ങനെ തോന്നിയ മാതിരി ഒരു സ്ത്രീക്ക് കുഞ്ഞുങ്ങളെ വിൽക്കാൻ വേണ്ടി പറ്റുമോ? അതിന് ഇവിടെ സർക്കാർ സംവിധാനങ്ങളുടെ പെർമിഷനോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, കോടതിയുണ്ട്, നമ്മുടെ നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വന്നേ പറ്റുള്ളൂ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ പോലീസ് എല്ലാവരോട് കൂടിയിട്ട് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ തെളിവുകളില്ല. ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ് വേണ്ട? ആ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിന്റെ ഫോട്ടോ അത് വളരെ ആകസ്മികമായിട്ട് ഒരു ബാത്റൂമിൽ കിടത്തിട്ട് പോകുമ്പോൾ ആ ഒരു സ്ത്രീ പകർത്തിയിരുന്നു. ആ പകർത്തിയ ഫോട്ടോ ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം.
തെരുവോരങ്ങളിലൂടെ നഗ്നപാതനായും ഒട്ടനവധി വേഷങ്ങളിലുമൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തു. ആ യാത്രയിലൊക്കെ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചത് നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. ആ യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ഞാൻ ചെലവാക്കിയത് 1-2 മണിക്കൂറല്ല, 1 വർഷത്തോളമാണ്. അവസാനമാണ് ഈ സ്ത്രീയിലേക്ക് എത്തുന്നത്. പല വേഷത്തിൽ രാവും പകലും പെരുമ്പാവൂരെ തെരുവുകളിലൂടെ ഞാൻ പല ദിവസങ്ങളിൽ അലഞ്ഞു. വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങൾ എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. ഭിക്ഷാടകർക്കിടയിൽ വേഷം മാറി പല പാലത്തിനടിയിലും വൃത്തിഹീനമായ സ്ഥലങ്ങളിലൊക്കെ പോയി കിടന്നപ്പോൾ അനുഭവിച്ചതിലുമൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ പെരുമ്പാവൂർ നഗരസഭ എന്ന് പറയുമ്പോൾ നരകസഭയ്ക്കുള്ളിൽ ഞാൻ അനുഭവിച്ചത്. ഈ ബംഗാളികളൊക്കെ തുപ്പിത്തൂറി നശിപ്പിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തൂടെ ഒരുപാട് ദിവസങ്ങൾ രാത്രിയും പകലും ഞാൻ ഇറങ്ങി നടന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഈ ചിന്ത തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് അങ്ങോട്ട് വരികയാണ്. പിന്നെ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു വിധത്തിൽ കുറച്ചെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ പല കടയിലും കയറി ഒരു ചെറുപഴമൊക്കെ മേടിച്ച് കഴിച്ചിട്ടൊക്കെയാണ് എന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചില സന്ദർഭങ്ങളിൽ ഞാൻ തന്നെ വിചാരിച്ചു ഇത് മതിയാക്കിയാലോ എന്ന്. ഇന്നലെ ഞാൻ കണ്ടതല്ലോ. ഓ സന്തോഷം. മറ്റേ ആട്ടോക്കാരിലെ ബാറിൽ നിന്ന് കുറച്ചവന്മാർ വന്നിട്ട് വെള്ളം വെക്കുന്നുണ്ട്. കിട്ടുന്ന സമയമെല്ലാം നമ്മൾ കാണും. ഒരുപാട് സന്തോഷം. എന്ത് പേരെന്താ? ഷമീർ. സന്തോഷം. നല്ല കേട്ടോ, നല്ല കാര്യങ്ങളാണ് മൊത്തം. സന്തോഷം. സപ്പോർട്ടാണ്. റെഡി. പെരുമ്പാവൂരേക്ക് മാത്രം ഒരു സൈഡിൽ 35 കിലോമീറ്റർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 70 കിലോമീറ്റർ മിച്ചം ഞങ്ങൾ നിരന്തരം യാത്ര ചെയ്യാണ്. ഏകദേശം 20-ലധികം തവണ. ഞങ്ങളുടെ ടീം യാത്ര ചെയ്താൽ മാത്രം പോരാ, ഞങ്ങളുടെ ഭക്ഷണവും ഞങ്ങളുടെ ചെലവുകളും മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോയാൽ എന്താകുമെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. TV19 കേരളയോടൊപ്പം ചേരുവാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കൊടുത്തിരിക്കുന്ന വാർത്തകൾ വാട്സാപ്പ് ചെയ്യാമെന്ന് പറയുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കണമെന്ന് അറിയിക്കുകയാണ്. ഹലോ, എന്നെ എടുക്കണേ. അനിതയ്ക്കൊപ്പം 3 മാസത്തോളം ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിച്ച ഒരു ചെറുപ്പക്കാരന്റെ വാക്കുകൾ ഇതാ. ഈ കൊച്ചിനെ ഈ ചേട്ടൻ കണ്ടിട്ടുണ്ട്? ജനിച്ചപ്പോ ഈ കൊച്ചിനെ കണ്ടോ? ഞാൻ അവളെ കാണുമ്പോണ്ടല്ലോ, നമുക്ക് അന്ന് റൂമിൽ എടുക്കണുള്ളൂ. കൊച്ചിനെയും പുറത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവള് പെരുമ്പാവൂർ സ്റ്റാൻഡിലുണ്ട്. ഡെലിവറി കഴിഞ്ഞ് അങ്ങോട്ട് 1 മാസം കണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ കാണുമ്പോൾ ഇവിടെ കൊച്ചിനെ ഡെലിവറി കഴിഞ്ഞ അപ്പം തന്നെ കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് അറിവ്. അങ്ങനെയാണ് അവൾ എന്നോട് പറഞ്ഞത്. നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ, അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കൊടുത്തു എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പുള്ളിക്കാരുടെ കൂടെ ആരെങ്കിലും കുട്ടികൾ ഉള്ളതായിട്ട് ചേട്ടൻ അറിവുണ്ടോ? ഞാൻ കൂടെയുള്ളപ്പോ കൊച്ചൊന്നുമില്ല. ചേട്ടൻ എത്ര കാലം അവിടെ കൂടെ ഉണ്ടായിരുന്നു? ഞാൻ 2 മാസമോ 3 മാസങ്ങളിലുണ്ടായുള്ളൂ ഇവിടെ. കൊച്ചിനെ കിട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ കൊടുത്തു എന്നാ പറഞ്ഞു. ചൈൽഡ് ലൈനിന്റെ ഓഫീസിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും. ഞാൻ കൊച്ചിനെ കണ്ടിട്ടില്ല, ഈ കുറച്ച് ആളെ കണ്ടിട്ടില്ല. കുറച്ച് ആളാരാ പുറത്തേക്കിനെ ഇറക്കാമെന്ന് ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. കാലിന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് കൊച്ചി. അത് അവരെങ്ങാണ്ട് ഓപ്പറേഷൻ ഏതാണ്ട് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. SP പറഞ്ഞു വിട്ട വനിതാ പോലീസ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ വനിതാ പോലീസിനെ പ്രതി ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ ബസ്സിൽ കയറി അവർ പോയിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടന്നാലാണ്. ഇതിന് പിന്നിലൊരു റാക്കറ്റാണ്. പോലീസാണ് അത് കൃത്യമായ അതിന്റെ ഇടപെടൽ നടത്തി അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത്. കാരണം നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം ഏകദേശം ഞാൻ പറഞ്ഞതിന്റെ പരമാവധിയാണ്. വേഷം മാറി പോലീസിന്റെ പണി അടക്കം ഇപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ADGP അടക്കം നേരിട്ട് ഇടപെട്ട കേസാണ്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് ഇനി പോലീസ് സഡൻ ആക്ഷൻ ചെയ്യാതെ അവരെ അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുവരണം. കൊണ്ടുവന്ന് അവരെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ ചോദ്യം ചെയ്യണം. ഈ 8-10 കുഞ്ഞുങ്ങളെ പ്രസവിച്ചവര് ആ കുഞ്ഞുങ്ങൾ എവിടെയാണെന്നുള്ള ചോദ്യം ഒരു മറുപടി പറയണ്ടേ? ഇത് എന്താണിത്? സിനിമാ നടിമാർക്ക് പിന്നാലേക്ക് ഇങ്ങനെ നിരന്തരം മൊബൈലുമായിട്ട് ഓടി നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരു മാധ്യമപ്രവർത്തകൻ അവനോട് ഞാൻ ചോദിച്ചു, ഭിക്ഷാടകരോട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കവറേജ് ആയിരിക്കും. ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് വരട്ടെ. ഈ കുഞ്ഞുങ്ങളെ കിഡ്നാപ്പ് ചെയ്യുന്നതും ഈ കാശിന് വിൽക്കുന്നതൊക്കെ പുറത്തുനിന്ന് നല്ല കാര്യമല്ലെന്ന് ചോദിച്ചപ്പോൾ അവനോട് പറയാം, ഭിക്ഷാടകരെ കാണിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നു കേട്ടാ ഇതാരും കാണാൻ വേണ്ടി പോകുന്നില്ല. ഇങ്ങനെയുള്ള വാർത്തകളൊന്നും അല്ല നമ്മുടെ മലയാളികൾക്ക് താല്പര്യം. അവിടെ ഇവിടെ തുണിയായിട്ടൊരു നടി വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ചിത്രീകരിച്ച് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി ചേട്ടന്മാർ മാത്രമല്ല ചേച്ചിമാർ വരെ ഉണ്ട്. വേണം ചേട്ടൻ ഞങ്ങളോടൊപ്പം കൂടിക്കൊള്ളുന്നതാണ് അവൻ എന്നോട് പറഞ്ഞത്. നടക്കുന്ന വാർത്തയാണ് TV19 കേരള പുറത്തു കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി എല്ലാം പോലീസിന്റെ കയ്യിലാണ്. വിജയം പത്തനാപുരത്തിന്റെ ആ ഒരു നടുക്കുന്ന വെളിപ്പെടുത്തൽ, ആ വാർത്ത കാണാത്ത പല പ്രേക്ഷകരുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ വാർത്തയുടെ ലിങ്ക് ഈ വാർത്തയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ നടിമാരും നടന്മാരും ഒക്കെ കൂറ്റാക്കൂട്ടിയിട്ടതൊക്കെ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നടന്നു പോകുമ്പോൾ എനിക്കും ഇങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്, ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ നമുക്ക് അതിനൊക്കെ എന്ത് യോഗ്യത? എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം തെളിയിക്കണ്ടേ? 10-10ലധികമോ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വിറ്റ് പണം മേടിച്ച ഒരു സ്ത്രീയുണ്ട്. അവരെ കണ്ടെത്താൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അവരെ ഞാൻ കണ്ടെത്തി. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു, ഒരുപാട് അലഞ്ഞ്, സ്വന്തം കയ്യിൽ നിന്ന് ഒരുപാട് പണം മുടക്കി ഇറങ്ങി, ഒരുപാട് കഷ്ടപ്പെട്ട് ആ സ്ത്രീയെ കണ്ടുപിടിച്ചു. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആ ഒരു ആഗ്രഹം ഞാനിപ്പോൾ അങ്ങോട്ട് സാധിച്ചെടുക്കാൻ വേണ്ടി പോകണം. ഇനി ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കാം. മോനെ കൂളിംഗ് ഗ്ലാസ് ഞാൻ തരാം. പ്രേക്ഷകർ അംഗീകരിക്കുമെന്നറിയില്ല. പക്ഷേ ഇനിയൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്നുള്ളത് ഞാനങ്ങ് വിശ്വസിക്കുക. ഞങ്ങൾ കണ്ടെത്തിയ അനിത എന്ന സ്ത്രീയുടെ 10-ലധികമുള്ള പ്രസവവും ആ കുഞ്ഞുങ്ങളൊക്കെ എവിടെ, ആ കുട്ടികളൊക്കെ വിറ്റോ അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടോ, ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലീസോ മറ്റുള്ള സംവിധാനങ്ങളൊന്നും അനങ്ങുന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ കുഴിച്ചു മൂടുന്നത് കണ്ടു അല്ലെങ്കിൽ കൈമാറുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പുറത്തു വരുമ്പോഴായിരിക്കും ഇതൊക്കെ ഇനി പോലീസ് ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. കേരളം നടുങ്ങുന്ന വാർത്തയാണ് ഇപ്പോൾ തൃശ്ശൂർ പുതുക്കാട് നിന്ന് വരുന്നത്. ലാബ് ടെക്നീഷ്യൻ ആയിട്ടുള്ള അനീഷ എന്ന സ്ത്രീ, അവളും അവളുടെ കാമുകൻ ബവിൻ, രണ്ടുപേരും കൂടെ ചേർന്ന് 2021-ലും 2024-ലുമായി അനീഷ പ്രസവിച്ച കുഞ്ഞുങ്ങളെ വീടിന്റെ മുറ്റത്ത് കുഴിയെടുത്ത് മൂടുകയാണ്. 2021-ൽ കുഴിച്ചു മൂടുമ്പോൾ തൊട്ടയൽവക്കക്കാരിയ സ്ത്രീ കണ്ടിരുന്നു ഒരു കുഴിയെടുക്കുന്നതും കുഴിച്ചു മൂടുന്നതും ഒക്കെ. പക്ഷെ അവർ ആരുടെ അടുത്തും മിണ്ടിയില്ല. ഇപ്പോൾ പറയുന്ന പോലീസ് ഈ കേസ് കണ്ടെത്തിയെന്ന്. പോലീസ് ഈ കേസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? തന്റെ കാമുകയായ അനീഷ മറ്റേതെങ്കിലും പുരുഷന്മാരോടൊപ്പം ഒളിച്ചോടുമോ എന്ന് അവൻ സംശയിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവളെ പിടികൂടാനായിട്ട് കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ബവിനെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അവൻ അതുമായി പോലീസ് സ്റ്റേഷനിലെത്തി അത് പോലീസുകാരുടെ മുമ്പിൽ കൊണ്ടേ കൊടുത്തപ്പോഴാണ് പോലീസ് വിവരം അറിയുന്നത്. ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവളുടെ നിറവേർ ഇങ്ങനെ കാലങ്ങളോളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അയൽവാസികളായിട്ടുള്ള സ്ത്രീകളും ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകളും ഒക്കെ. അവൾ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അവൾ പ്രസവിക്കുന്ന ആ ഒരു മാസം മനസ്സിലാക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡെസ്ക് ക്യാപിറ്റലും ഒക്കെ ഈ സിനിമ ഡയലോഗ് പറയൂലേ എന്ന് പറഞ്ഞ പോലെ വലിയ അങ്ങനെയുള്ള അറിവുകളുടെ
ആവശ്യമില്ല, കോമൺ സെൻസ് മതി. ഈ സ്ത്രീ പ്രസവിക്കേണ്ട ഡേറ്റും മാസങ്ങളും ഒക്കെ പിന്നിട്ടു. സ്വാഭാവികമായിട്ട് അയൽപക്കക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെ ചോദിക്കില്ല, നിന്റെ കുട്ടി എവിടെ? ഓ ഇല്ല, കൊച്ചു മരിച്ചുപോയി, കൊച്ചിനെ കാണാനില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകാൻ പറ്റുന്ന വിഷയമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ അയൽപക്കക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെ ഇവരെയൊക്കെ മനുഷ്യനെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? വല്ല പട്ടി പൂച്ച കുരങ്ങെന്നൊക്കെ വിളിച്ചാൽ പോരെ? കുട്ടിയെ കണ്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദിക്കില്ലേ ഇവര്? ചോദിച്ചിട്ട് മതിയായ ഒരു ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ പോലീസിൽ അറിയിക്കില്ലേ? ഇതെന്ത് നാടാണ്? അതെങ്ങനെ? ഞാൻ, എന്റെ കുടുംബം, എന്റെ കുട്ടികൾ, എനിക്ക് എങ്ങനെയും പണം ഉണ്ടാക്കണം, ഇതിനുവേണ്ടിയുള്ള നെട്ടോട്ടമാണ്. അനിതയെക്കുറിച്ച് ഞങ്ങൾ കണ്ടെത്തിയ നടുക്കുന്ന വിവരങ്ങൾ അത് ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കടേഷ് സാറുമായി ഞങ്ങൾ സംസാരിച്ചു, പരാതിയും നൽകി. ഔദ്യോഗിക കാര്യങ്ങളുമായി ഡൽഹിയിലായിരുന്ന വെങ്കടേഷ് സാർ ഏകദേശം 10 മിനിറ്റിലധികം എന്നോട് സംസാരിച്ചു. ശേഷം ആലുവ റൂറൽ SP ഹേമലത IPSനോട് വിവരങ്ങൾ ധരിപ്പിച്ചു. ADGP വെങ്കടേഷ് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ലല്ലോ. അദ്ദേഹം കൃത്യമായി താഴെയുള്ള പോലീസിൽ വിവരം അറിയിച്ചു, വേണ്ട നടപടി എടുക്കുവാനും പറഞ്ഞു. SP അയച്ച വനിതാ പോലീസ് പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൽ വന്നു നിന്ന് അവളെ ദൂരത്ത് നിന്ന് കണ്ട് ബോധ്യപ്പെട്ട് മടങ്ങിപ്പോയി. ഇനി ഇതിനൊരു നടപടി ഉണ്ടാകണമെങ്കിൽ ജനം പ്രതികരിച്ചു തുടങ്ങണം. എന്റെ വാർത്തയുടെ താഴെ ഒട്ടനവധി കമന്റുകൾ വരാറുണ്ട്, നിങ്ങൾ ദൈവത്തെ പോലെയാണ്, നിങ്ങൾ വലിയൊരു ഒരു പൊന്നുപോലുള്ള മനുഷ്യനാണ്. ഒന്നുമല്ല, വെറുതെ ചുമ്മാ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഞാൻ വെറും ഒരു സാധാരണക്കാരനായിട്ടുള്ള പച്ചയായ മനുഷ്യനാണ്. ഉടായ്പും പച്ചക്കിലുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല, അത്ര മാത്രമേ ഉള്ളൂ. സത്യത്തിന്റെ പിന്നാലെ എന്ത് റിസ്ക് എടുത്ത് യാത്ര ചെയ്യാനും അതിനുവേണ്ടി എന്ത് ഭവിഷ്യത്തുകൾ വന്നാലും അതിനെയൊക്കെ നേരിടാനും ഞാൻ തയ്യാറാണ്, അത്ര മാത്രമേ ഉള്ളൂ. ഇനി പ്രഷർ ചെയ്യേണ്ടത് നിങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് നിങ്ങൾ വിളിക്കണം. അതുപോലെ ബാലാവകാശ കമ്മീഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഞങ്ങൾ അവരെ കൃത്യമായി വിവരം അറിയിച്ചു, രേഖാമൂലം പരാതിയും നൽകി. നിങ്ങൾ ഈ വാർത്ത കാണുമ്പോൾ തന്നെ ബാലാവകാശ കമ്മീഷനുമായും മറ്റ് സംവിധാനങ്ങളുമായൊക്കെ ബന്ധപ്പെടണം. അവൾ പ്രസവിച്ച് കൈമാറിയതോ അല്ലെങ്കിൽ കൊന്നുകളഞ്ഞതോ 10-12 കുട്ടികളെ എന്നുള്ളതല്ല, ഒരു കുട്ടിയാണെങ്കിലും അതിനെന്ത് സംഭവിച്ചു, ആ കുഞ്ഞിപ്പോൾ എവിടെയുണ്ട്, അതറിഞ്ഞേ മതിയാവും. മാത്രമല്ല ഞങ്ങൾ നേരിൽ കണ്ടപ്പോഴും അവൾക്ക് വലിയ വയറുണ്ട്. അവളിപ്പോൾ ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി അവൾ എവിടെയാണ് പ്രസവിക്കുന്നത്? ആ കുട്ടി അവൾ എന്ത് ചെയ്യും? അവളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ നിരീക്ഷണത്തിലാവണം അവളുടെ പ്രസവം. ആ കുട്ടിയുടെ കാര്യത്തിൽ കൃത്യമായ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാവണം. കൂടുതലൊന്നും പറയാനില്ല.